നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ പുതിയൊരു വർഷം, പുതിയൊരു ദിനം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്. ജീവിതത്തെ മാറ്റി എഴുതേണ്ട ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കുക. ദൃഢനിശ്ചയത്തോടു കൂടിയും ദൃഢപ്രതിജ്ഞയോടു കൂടിയും നിങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. ഈ 2026 ഒരു നിമിഷം പോലും നമ്മൾ കളയുകയില്ല. ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്രദമാക്കും. ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു സ്ഥലപരിധിക്കുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത് അതെല്ലാം നേടിയെടുക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരംഭിക്കണം. ഒരു വ്യക്തിബന്ധങ്ങളിലോ മറ്റ് ഇമോഷൻസുകളിലോ ഒന്നും പെട്ട് നിൽക്കാതെ എല്ലാത്തിനെയും ഒന്നും മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് നിങ്ങൾക്കിടെ ആ ഒരു കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കുമെന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാൻ പറ്റുക, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണോ ഈ ഒരു വർഷം പഠിക്കാൻ സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണോ മറ്റൊരു വ്യക്തിക്കാണെങ്കിലും മറ്റില്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുക, അതെല്ലാം നമ്മൾ ഈ ഒരു വർഷം ചെയ്യുമെന്നുള്ള 100% ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾ തുടങ്ങണമെന്ന് ഞാൻ പറയുകയാണ്. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടേതാകുന്ന നേട്ടങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം നിങ്ങൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്യുകയാണ്. 2026 അവസാനിക്കുമ്പം നമുക്കൊരു നഷ്ടബോധം തോന്നരുത്. ഈ വർഷവും പോയല്ലോ എന്ന് പറയരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. നമ്മളുടെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കുക. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്. ഇന്നത്തെ റീഡിങ്സിൻ്റെ പ്രത്യേകത 2026 ഒരു പൂർണ്ണമാകുന്ന റീഡിങ്സാണ് എടുക്കുന്നത്. ജനുവരി മാസക്കാരുടെ തൊട്ട് ഡിസംബർ മാസക്കാരുടെ വരെയുള്ള എനർജി കണക്റ്റ് ചെയ്തിട്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്താണ് എന്നുള്ള ഒരു റീഡിങ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രാർത്ഥിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണണം. കൂടാതെ തന്നെ ഇങ്ങനെ ഒരു റീഡിങ്സ് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ അതിനുവേണ്ടി ഒരു പവർ എനർജി ഡിവൈൻ തന്നതിന് തീർച്ചയായിട്ടും ഡിവൈനോട് നമ്മൾക്ക് നന്ദി ഉണ്ടാവണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ രേഖപ്പെടുത്താൻ മറക്കരുത്. അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ഒരു ആഗ്രഹം എല്ലാ ദിവസവും എഴുതണം. അഫർമേഷൻസ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു വീട് പണിയുന്ന കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്നതായിക്കോട്ടെ, ഒരു കാറ് വാങ്ങുന്നതായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു പേന വാങ്ങുന്ന കാര്യമായിക്കോട്ടെ, നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതെനിക്ക് തന്നതിന്, ഇത്ര ദിവസത്തിനുള്ളിൽ അതെൻ്റെ കയ്യിലേക്ക് വന്നതിൽ ഞാൻ ഡിവൈനോട് നന്ദി പറയുന്നു എന്നൊരു അഫർമേഷൻസ് എല്ലാ മെസ്സേജുകളിലും എന്നും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കണം. നമുക്ക് നേടിയെടുക്കണം. ഓരോന്നായിട്ട് നമ്മുടെ കൈക്കുള്ളിൽ ഈ ഒരു 2026 നിങ്ങൾ നേടിയെടുത്തിരിക്കണം. ആത്മാർത്ഥമായിട്ട് എഴുതണം കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു കമൻറ്റും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഫർമേഷൻസ് എഴുതുമ്പം അതിലെത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധതയോടുകൂടിയും എത്രത്തോളം നിങ്ങൾക്കത് ആവശ്യമുണ്ടോ അത്രത്തോളം ആഴത്തിൽ നിങ്ങളത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ രീതിയിലൊരു വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചു എന്നുള്ള ഒരു ഫീലിങ്സോട് കൂടി തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതൊരു അഫർമേഷൻസ് എഴുതിക്കുന്നതാണ്. കാരണം നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞാലാണ്, ഇങ്ങനെ ഉന്തി മരം കയറ്റിക്കൊണ്ടിരുന്നാലാണ് നിങ്ങൾ കയറുകയുള്ളൂ. എപ്പം ഞാൻ പിടിവിടുന്നു അപ്പം താഴേക്ക് പോകും. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്, ഞാനടക്കം കേട്ടോ. ഞാൻ പോലും ചില സമയത്ത് റീഡിങ്സ് എടുക്കാൻ മടി പിടിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കമൻറ്റ് എടുത്ത് വായിച്ച് കഴിയുമ്പോൾ എനിക്കും ഭയങ്കര ഉത്സാഹമാണ്. എന്നാൽ റീഡിങ്സ് ചെയ്തേക്കാം എന്നുള്ളൊരു ഫീലിങ്സ് വരും. അതെന്നാ, നിങ്ങളാ തന്നിരിക്കുന്ന ഒരു പവർ, നിങ്ങളാ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ റീഡിങ്സിനെ കുറിച്ചൊന്ന് പുകഴ്ത്തി പറഞ്ഞത് കേൾക്കുമ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ആവേശം തോന്നും. അന്ന് റീഡിങ്സ് എടുക്കണം, ഇന്ന് ക്ഷീണമൊന്നും നോക്കണ്ട എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരും. നിങ്ങളെയും ഇങ്ങനെ ഉന്തി മരം കയറ്റി അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും കാണും ചെറിയ കീടങ്ങൾ, നമുക്ക് ഈ പറയുന്നതിനെ തെറ്റാക്കി കാണുന്നവർ. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ.
നെഗറ്റീവുകളൊന്നും നമ്മളിനി നോക്കണ്ട. ഈ ഒരു വർഷത്തെ ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കണം. അത് ജോബായിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ, അഫർമേഷൻസ് എഴുതുക. അതുപോലെ തന്നെ നമ്മളതിനെ ഫോക്കസ് ചെയ്യുക. അതിനെ ഫോക്കസ് ചെയ്യണം, ആഗ്രഹിക്കണം കേട്ടോ. സ്വപ്നം കാണണം. അത് നമുക്ക് കിട്ടിയതായിട്ട്, നമ്മളത് അനുഭവിക്കുന്നതായിട്ട്, നമ്മുടെ കൂടെ ഉള്ളവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കാണണം. പിന്നെ നമ്മുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗപ്രദമാക്കുക കേട്ടോ. കാരണം നമ്മൾ ഒന്നും മാറ്റുന്നൊന്നുമില്ല, എല്ലാം കണ്ടിന്യൂ തന്നെയാണ്. കാരണം ഒരു കാര്യം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, അതിൽ നിന്നാണ് ഫലം ലഭിക്കേണ്ടത്. നമ്മൾ ഡെയിലി മന്ത്രങ്ങൾ മാറ്റുക, അത് മാറ്റുക, അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഒറ്റ കാര്യത്തെ തന്നെ ഫോക്കസ് ചെയ്യുക, അതിൽ നിന്ന് തന്നെ സക്സസ് നേടിയെടുക്കുക കേട്ടോ. മണി അഫർമേഷൻസ് ഒരു കാരണവശാലും മാറ്റി വയ്ക്കരുത്, അത് നിർബന്ധമായിട്ടും ചെയ്യണം. സാമ്പത്തിക ഭദ്രതയാണ് ജീവിത വിജയം. സാമ്പത്തികമുണ്ടോ, ഫിനാൻസ് നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടോ, ബാലൻസ് എല്ലാം പുറകെ വന്നോളും കേട്ടോ. സാമ്പത്തികത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഒരു വല്ലാത്ത എനർജിയാണ് കേട്ടോ. അത് അനുഭവിക്കണമെങ്കിൽ അത് കയ്യിൽ വരണം, മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കുക. ബാക്കിയെല്ലാം അതിനെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നോളും. അത് നിങ്ങൾ കാത്തിരിക്കുന്ന ബന്ധങ്ങൾ പോലും നിങ്ങളെ തേടി വരും. നിങ്ങൾ സാമ്പത്തികപരമായി ഒരു എനർജിയിൽ എത്തിക്കഴിയുമ്പോൾ, സാമ്പത്തികപരമാകുന്നൊരു ഭദ്രത, ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങളെ തേടി വരും. അതിനകത്ത് ഒരു സംശയമില്ല കേട്ടോ. അപ്പം നമുക്ക് ജനുവരി മാസക്കാരുടെ എനർജി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വർഷം നമുക്ക് ജനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജിയിൽ നോക്കുമ്പം കുറച്ച് ആളുകളെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബ്ലോക്കേജുകളുണ്ട്, ആ ബ്ലോക്കേജുകളെ നിങ്ങൾ മറികടക്കുക എന്നതാണ് കാണുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരണം. അതായത് നിങ്ങൾ ആകെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്, പ്രതീക്ഷകൾ തകർന്ന് നിൽക്കുന്നവർ അതിൽ നിന്ന് മാറി നിങ്ങളൊരു സ്ട്രോങ്, അതായത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം ഒരു പൂർണ്ണതയിൽ എത്തിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരിക. അതായത് ഡൗൺ എനർജിയിൽ നിൽക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്കും വരണമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കരിയർ പാതയിലൊക്കെ ഒരു സക്സസ് വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു എനർജി, ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്ലോക്കേജ്, അസൂയ നിറഞ്ഞവരുടെ പ്രസൻസ് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, വിജയമുണ്ട്, സക്സസ് ആണ്. മെറ്റീരിയലിസ്റ്റിക് ആകുന്ന, അതായത് ഭൗതികമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ ഒരു വർഷം അട്രാക്റ്റഡ് ആണ്. അത് കരിയർ ആയാലും ഫിനാൻസ് ആയാലും മറ്റു പല കാര്യങ്ങളായിട്ടും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള ഒരു പവർ എനർജി വരുന്നുണ്ട്, കോൺഫിഡൻസ് വരുന്നുണ്ട്, ഒരു ഫ്രീഡം എനർജി, ഒരു സ്വാതന്ത്ര്യം ലഭിച്ച പോലുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വർഷമാണ്. കൂടാതെ തന്നെ ശത്രുദോഷം, നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരുത്തുന്ന വ്യക്തികളുടെ പ്രസൻസും നിങ്ങളെ ടച്ച് ചെയ്തില്ലെങ്കിലും നിങ്ങളിൽ കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത്. കുറച്ച് സാമ്പത്തികപരമാകുന്ന കാര്യത്തിൽ നിങ്ങൾ എഫോർട്ട് എടുക്കേണ്ടി വരും. ഹെൽത്ത് പരമാകുന്ന കാര്യത്തിലും ചെറിയൊരു എഫോർട്ട് ഈ ഒരു വർഷം എടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ എഫോർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ഒരു യോഗ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിസിക്കലി ഒക്കെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരാൻ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കുറച്ച് എഫോർട്ട് എടുക്കേണ്ട വന്നാലും തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കൊരു വിജയത്തെയാണ് കാണിക്കുന്നത്, സക്സസ്സിനെയാണ് കാണിക്കുന്നത് കേട്ടോ. സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു ടാസ്ക് എനർജിയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വർഷം കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കിടെ കയ്യിൽ എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നിരിക്കുന്നത് പാസ്റ്റിലെ ചില പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ നാളുകളിലാണേലും പാസ്റ്റ് പിന്നിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക്
കാണുന്ന പല പ്രോബ്ലംസിനെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ബാലൻസ് ചെയ്യാൻ പറ്റും. ബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്ന വർഷമാണ്. അതായത് ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് മാനേജിങ് പവറാണ് ഈ ഒരു വർഷം കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പരിശുദ്ധിയോടുകൂടി ചെയ്യാൻ പറ്റും. എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ വളരെയധികം മാറ്റം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രവുമല്ല പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ നിങ്ങളോട് ശത്രുതാഭാവത്തിലിരുന്ന വ്യക്തികൾ പോലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കേട്ടോ, വളരെ സ്ട്രോങ് ആയിട്ടാണ് എനർജി വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പോസിറ്റീവാണ്. എവിടെ ചെന്നാലും ഈ ഒരു വർഷം നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് അനുഭവിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു പ്രാധാന്യം ലഭിക്കുന്ന വർഷമായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ കണക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഒരു ഹാഫ് എനർജിയിലൊക്കെ നമുക്ക് ഒരു പകുതിയിലൊക്കെ വെച്ച് നമുക്കൊരു ബ്ലൈൻഡ്, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യും. അതായത് ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്, അതായത് അത്ര സ്മൂത്തായിട്ടും വളരെയധികം സ്ലോയിലി കാര്യങ്ങളെല്ലാം നടന്നു പോകും. ഒന്നും തടസ്സമില്ലാതെ പോകുമ്പം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും. സംഭവിക്കുന്നതൊക്കെ ശരിയാണോ, ഇതെല്ലാം ഓക്കെ ആണോ എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഏത് കാര്യങ്ങളിലാണേലും, ബന്ധങ്ങളിലാണേലും, ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങളിലാണേലും, എവിടെയാണേലും മാനേജിങ് പവറുണ്ട്. എല്ലാം കൺട്രോളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ എനർജി ഇടയ്ക്ക് നിങ്ങളോട് നിങ്ങൾക്കൊരു വിശ്വാസക്കേട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ ഒന്ന് സ്റ്റക്ക് ആക്കാൻ സാധ്യതയുണ്ടെങ്കിലും സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മൂൺ എനർജിയുടെ പ്രസൻസ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള നെഗറ്റീവാകുന്ന സാഹചര്യങ്ങൾ, ചെറിയ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മൂൺ എനർജി വരുന്നതുകൊണ്ടാണ് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ മാതാവിന് തിരി കൊളുത്തുന്നതൊക്കെ നല്ലതായിരിക്കും. അത് ആ ഒരു വർഷം ഓവറോൾ ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓപ്പർച്യൂണിറ്റീസ് വരും കേട്ടോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് ഈ ഒരു വർഷം വരും. അത് നല്ലതും ചീത്തയും ആണോ എന്ന് തിരിച്ചറിഞ്ഞ് മാത്രം കണക്റ്റ് ചെയ്യണം. ചില വ്യക്തികളിൽ ഞാൻ പറഞ്ഞില്ലേ, മൂൺ എനർജിയുടെ പ്രസൻസ് വരുന്നത് കൊണ്ട് എടുത്തുചാട്ടം ഉള്ള വ്യക്തികളായിരുന്ന നിങ്ങൾ ഒന്ന് സ്ലോവിലി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ എല്ലാം നല്ലതാവണമെന്നില്ല. നിങ്ങളെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ പെടുത്തിക്കളയുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ ഈ ഒരു വർഷം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഒരു മോഹവലയത്തിൽ പെടുത്തൂല. നമുക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന, മനസ്സിനകത്ത് വളരെയധികം തീവ്രതയോടുകൂടി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വരുമ്പം അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ, അതൊരു നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണോ എന്നൊന്ന് ചിന്തിക്കണം. കാരണം മൂൺ എനർജിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു കൺഫ്യൂഷൻ എനർജി വരാൻ സാധ്യത കേട്ടോ. മാർച്ച് മാസത്തിൻ്റെ എനർജിയിലേക്ക് പോകുമ്പം കുറച്ച് ഹാർട്ട് ബ്രോക്കൺ വരാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ. പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇമോഷണലി പെയിൻ ഉണ്ടാകും. കൺഫ്യൂഷൻ വരുത്തുന്ന സിറ്റുവേഷൻസുകളുണ്ട്. ഇമോഷണലി ഒരു ചീറ്റിംഗ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ അത് പേരൻസിൽ നിന്നാവാം, അതല്ലെങ്കിൽ അതിനോട് അനുബന്ധമാകുന്നൊരു ബ്ലഡ് റിലേഷനിൽ പെട്ട വ്യക്തികളിൽ നിന്നാവാം, അതല്ലെങ്കിൽ കൂടെ ചേർന്ന് നിന്ന വ്യക്തികളിൽ നിന്നാവാം. എന്താണെങ്കിലും നിങ്ങളോടൊപ്പം സഹകരിച്ചു പോകുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയാണ് ഒരു ഇമോഷണൽ ചീറ്റിംഗ് നേരിടേണ്ടി വരുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് കേട്ടോ. നിങ്ങൾക്കിടയിൽ വരുന്ന സംസാരത്തെ ബേസ് ചെയ്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അവിടെ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമാകുന്ന ലോസോ ഫ്യൂച്ചർ പ്ലാനിങ്ങോ നിങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മറികടക്കാനുള്ള വഴി കണ്ടെത്തണം. അതായത് വളരെയധികം ശ്രദ്ധയോടുകൂടിയും ആലോചിച്ചും 1, 2, 3 പ്രാവശ്യം ആലോചിച്ച് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടി എസ്സും നോയും പറയാതിരിക്കുക. ഒന്നും പറയാതിരിക്കുക. ആലോചിച്ച് വ്യക്തമായതിന് ശേഷം മാത്രം സമാധാനപരമായിട്ടിരുന്ന് മാത്രം അവിടെ തീരുമാനങ്ങൾ എടുക്കുക. ബന്ധങ്ങളിൽ വിള്ളൽ വരും. നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കും.
അത് തെറ്റാന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടേതാകുന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റണം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ മുന്നോട്ടേക്കുള്ള എനർജിയിൽ, അതായത് 2026 ഒരു എൻഡൊക്കെ ആകുമ്പോഴത്തേനും ഫിനാൻഷ്യൽ അബണ്ടൻസും സാമ്പത്തിക ഭദ്രതയും ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗവും കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിങ് വന്നാലും മുന്നോട്ടേക്കുള്ള ആ ഒരു യാത്ര നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും കേട്ടോ. ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ തന്നെ ഒരു ചീറ്റിംഗ് എനർജി, അതായത് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നതോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തതോ ആയ കാര്യങ്ങളിൽ പകുതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളയുന്നതായിട്ട്, അതായത് മതിയാക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അത് വളരെയധികം ആഗ്രഹിച്ച് പ്രവർത്തിച്ചിരുന്ന ചില കാര്യങ്ങളെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന, മതിയാക്കുന്ന ഒരു സിറ്റുവേഷൻസും ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഏപ്രിൽ മാസക്കാർക്ക് കുറച്ച് പ്രോബ്ലംസുമായിട്ടുള്ള ഒരു ഫാമിലി എനർജിയുമായിട്ട് മറ്റൊരു ദിശയിലേക്ക്, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേസ് ചേഞ്ചിങ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു ട്രാവലിംഗ് എനർജി, അല്ല ഒരു പക്ഷേ ഒരു ജോബ് സംബന്ധമായിട്ട് മറ്റുമൊക്കെയുള്ള ഒരു ചേഞ്ചിങ് ആയിരിക്കാം. ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡായി വരുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു എനർജി, ഓവറോൾ എനർജി നോക്കുമ്പം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളും അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന, ചില സ്ഥലങ്ങളിൽ വിട്ട് കളയേണ്ടി വരുന്ന, അതായത് ചിലരെയൊക്കെ ഉപേക്ഷിച്ച് മാറിപ്പോകേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഏപ്രിൽ മാസത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഏപ്രിൽ മാസക്കാർ ഈ ഒരു വർഷം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടിയും ബുദ്ധിപൂർവ്വവും വിശ്വസ്തയോടും കൂടി ആയിരിക്കും. സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ഒരു സെൽഫ് ഡിസിപ്ലിനോട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, സോഴ്സിൻ്റെ എനർജിയാണ് വരുന്നത്. ചെയ്യുന്നതെല്ലാം വളരെയധികം സ്ട്രോങ്ങും വ്യക്തതയുമുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അത് പിന്നീട് നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്ന കാര്യമായാലും നിങ്ങൾ നേടിയെടുക്കുന്നതായാലും അത് സ്ഥായി ഭാവമുള്ള, അതായത് സ്ഥിരതയുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെയ് മാസത്തിൻ്റെ എനർജിയിൽ നോക്കുമ്പോഴും ഒരു നിരാശയുടെ എനർജി, ഒരു ഡെത്ത് എനർജി കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇമോഷണൽ പരമാകുന്ന നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും സങ്കടത്തോടെയാണെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. ഇനി അത് വേണ്ട, ഇത് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു പവർഫുള്ള്, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് നിന്ന ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ, പുതിയ തുടക്കമാണ്. ഒരു പക്ഷേ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് കളഞ്ഞ് നിങ്ങളൊരു ബന്ധനത്തിലാക്കിയിരുന്ന, അതായത് ഒരു പക്ഷേ നിങ്ങൾ തന്നെയായിരിക്കും ആ ഒരു ബന്ധനത്തിൽ നിന്നിരുന്നത്, ആ ബന്ധനത്തിലാക്കിയിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. നിങ്ങളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തും. ഫാമിലി എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിള്ളലോ ഉണ്ടായിരുന്നെങ്കിൽ മെയ് മാസത്തിൻ്റെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് തന്നെയാണ് കേട്ടോ. ഒരു ഹാപ്പി ഫാമിലി എനർജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ ശക്തമാകുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. കോൺഫിഡൻസോടു കൂടിയ, ഇമോഷണൽ ബാലൻസോടു കൂടിയ ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനും അത് ഏറ്റവും വലിയ വിജയത്തിൽ എത്തിക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ജൂൺ മാസക്കാർക്ക് ധൈര്യമായിട്ട് ഏത് കാര്യത്തിലാണേലും പ്രവർത്തിക്കാം കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.
ജൂലൈ മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ലപോലെ ഹാർഡ് സ്കിൽസ് വർക്ക് ചെയ്യുന്നവരാണ്, നല്ല സ്കിൽസ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ ഒരു എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ്. അതായത് നിങ്ങളുടെ എല്ലാ കഴിവുകളും പ്രയോഗിക്കണമെന്നുള്ള ഒരു ആവേശത്തോടു കൂടി പ്രവർത്തിക്കാനിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ആവേശം നല്ലതാണ്, പക്ഷേ ഓപ്പർച്യൂണിറ്റീസുകൾ അതനുസരിച്ച് വരുന്നതിലെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതും നിങ്ങൾക്കതൊരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തണം. മൂൺ എനർജിയുടെ പ്രസൻസ് നിങ്ങളിലുമുണ്ട്. ചില വീഴ്ചകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വീഴ്ചകളൊക്കെ വരുന്നത് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. അതായത് ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല. ആലോചിച്ച് മാത്രം നിങ്ങളും തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ ജൂലൈ മാസക്കാർ. അല്ലെങ്കിൽ ജീവിതത്തിൽ വന്ന് കയ്യിൽ കിട്ടുന്നത് പോസിറ്റീവാണ് എന്ന് തോന്നിയാലും അത് പോസിറ്റീവ് ആവാൻ സാധ്യതയില്ല. വളരെയധികം ശ്രദ്ധിച്ചും വ്യക്തതയോടും കൂടി മാത്രം നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതല്ലെങ്കിൽ ചില നഷ്ടങ്ങളെ അല്ലെങ്കിൽ ഉയർച്ചയിൽ എത്തിയിട്ട് ഏറ്റവും ടോപ്പ് എനർജിയിൽ എത്തിക്കഴിഞ്ഞിട്ടൊരു വീഴ്ച സംഭവിക്കും. അവിടുന്ന് പിന്നെ തിരിച്ചു കയറുക എന്നത് ഡിഫിക്കൽറ്റിയാണ്. ചിലപ്പോൾ ആ ഒരു നഷ്ടത്തെ നേരിടേണ്ടി വരും. അപ്പോൾ അവിടെ വളരെയധികം ജൂലൈ മാസക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. ഓഗസ്റ്റിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഇമോഷണൽ ബൗണ്ടറി തീർക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർക്കുന്ന ഒരു ക്യാരക്ടർ, അതായത് സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ മാറുന്ന വ്യക്തികളുടെ പ്രസൻസാണ് നമുക്ക് ഓഗസ്റ്റിൻ്റെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും. അതായത് പാസ്റ്റിലെ എക്സ്പീരിയൻസുകളായിരിക്കാം, 2025 നിങ്ങൾ നേരിടേണ്ടി വന്ന ചില എക്സ്പീരിയൻസുകളാവാം. നിങ്ങൾ ഈ ഒരു വർഷം വളരെയധികം ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പുള്ളവരാണ്. നിങ്ങൾക്ക് ചുറ്റും പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇമോഷണലി വരും കേട്ടോ. ഒരുപാട് പുതിയ ബന്ധങ്ങൾ വരും. പഴയ ബന്ധങ്ങൾ പുതുക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളവിടെ ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. നിൽക്കാനും പറ്റും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഈ ഒരു വർഷം നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിൽക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കുള്ളതാണ് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയൊക്കെ കാണുന്നുണ്ട്. അതായത് നാളെ ഫ്യൂച്ചറിലേക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 8 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പം ഏകദേശം നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി, അതായത് ലൈഫിൽ വേണ്ടാത്തതിന് വേണ്ടതും എല്ലാം തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഈ ഒരു വർഷം മാറുന്നത് കേട്ടോ. വേണ്ടാത്ത പല കാര്യങ്ങളെയും അത് വളരെയധികം ഓപ്പണായിട്ട് ഉപേക്ഷിച്ച് കളയും. അത് വേണ്ട എന്ന് വെക്കാനുള്ളൊരു മാനസികാവസ്ഥയും മറ്റൊന്നിലേക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവിലേക്കും ചില അന്വേഷണങ്ങളിലേക്ക് പുതിയ ചില കാര്യങ്ങളെ തേടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു വർഷം കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജി കൂടിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികപരമാകുന്ന ചില അബണ്ടൻസുകൾ ഈ ഒരു വർഷം കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ലോട്ടറി ഭാഗ്യം പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കൂടി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു വർഷം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. കാത്തിരുന്ന ചില കാര്യങ്ങൾ, അതായത് വെയിറ്റിംഗ് ചെയ്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിന്നും മടങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഡിലേ ആയിരുന്ന കാര്യങ്ങൾ, ചില ഗുഡ് ന്യൂസ് എനർജികൾ നിങ്ങളെ തേടി ഈ ഒരു വർഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക്, അതായത് കുട്ടികളൊക്കെ ആയിട്ടുള്ളവർ, പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന യങ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റിംഗ് ആണെങ്കിൽ അതെല്ലാം ഈ ഒരു വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഫലം വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയാണ് നിൽക്കുന്നത്. 5 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ ചെറിയ ലോസ് എനർജികൾ ലൈഫിൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഒന്ന് നേരിടേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ സാമ്പത്തിക ലോസ് ആവാം, ചിലപ്പോൾ ഇമോഷണൽ ബന്ധങ്ങൾക്കുള്ളിലാവാം ഒരു ലോസ് എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ പോയ ബന്ധങ്ങളിലൊക്കെ ചെറിയൊരു അഭിപ്രായ ഭിന്നത വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു എന്താ പറയുക, നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി, വളരെയധികം അട്രാക്റ്റഡോട് കൂടി മനസ്സിലാക്കപ്പെട്ടു പോയ ബന്ധങ്ങൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ ജോബിലൊക്കെ പ്രവേശിക്കാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. നേഴ്സുമാർ
നേഴ്സുമാരൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീൽഡിലൊക്കെ ഹെൽത്ത് പരമാകുന്ന ഫീൽഡിലൊക്കെ പോകുന്ന വ്യക്തികൾക്ക് പുതിയ ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചെറിയൊരു സാമ്പത്തിക ലോസ് വരാനും സാധ്യത കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് അസ്ട്രോളജി പറയും പോലെ അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കല്ലേ. ഞാനിത് ടാറോയുടെ ഒരു എനർജി ജസ്റ്റ് എടുത്തു നോക്കുന്നതാണ് കേട്ടോ, എല്ലാ മാസത്തിനെയും കണക്റ്റ് ചെയ്തിട്ട്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ലോസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളെ കുറച്ച് ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അവസാനം ഒരു വലിയ സക്സസ് ആണ് കേട്ടോ. കാരണം ഒരു വിജയത്തിൻ്റെ, അതായത് നിങ്ങളുടെ പക്ഷം നിങ്ങൾ ശരിയാണ് എന്നുള്ളതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലാണേലും നിങ്ങൾക്ക് അവസാന ഘട്ടം 2026 ഒരു മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് വിജയം കണക്റ്റ് ചെയ്ത് തുടങ്ങും. പതറുകയൊന്നും വേണ്ട, വളരെ പോസിറ്റീവായിട്ട് കടന്നു പൊക്കോളുക. അതുപോലെ തന്നെ നവംബർ മാസക്കാർക്കും ഹാർട്ട് ബ്രോക്കൺ എനർജി ഉണ്ട്, ചീറ്റിങ്ങുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആവുന്ന, കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള വ്യക്തിബന്ധങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കരിയർ പാതയിലായാലും നിങ്ങളുമായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളും നിങ്ങളോട് നല്ലപോലെ മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, അതായത് പോസിറ്റീവായിട്ട് നിന്നവർ പോലും ശത്രുക്കളായി നിൽക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സഹകരണക്കുറവ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കണക്റ്റഡായി നിൽക്കുന്ന വ്യക്തികളുമായിട്ട് സഹകരണക്കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈഗോ നിങ്ങളിലും കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതായത് മുൻകോപം, ദേഷ്യം, അതുപോലെ ഫ്രസ്ട്രേഷൻ, ചില പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള നിരാശ, ഇതെല്ലാം നിങ്ങളിൽ കുറച്ച് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും അതിൽ നിന്നുമെല്ലാം നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കണം കേട്ടോ. കുറച്ച് മോശം സമയത്തിൻ്റെ ഒരു എനർജി 2026 കാണിക്കുന്നുണ്ട്. ഒരു ലോസ് എനർജി, മടുപ്പും ഒക്കെ തോന്നുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ടി വരിക അമിതമായിട്ട്, അല്ലെങ്കിൽ അമിതമായിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരിടേണ്ടി വരുന്നുണ്ട്. സിറ്റുവേഷൻസിന് മറികടക്കുക എന്നത് നിങ്ങളുടെ കയ്യിലാണ്. വളരെയധികം ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ദ വേൾഡ് കാർഡാണ് ഡിസംബർ മാസക്കാർക്ക് വന്നത്. പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മറന്ന് ഡിസംബർ മാസക്കാർക്ക് വലിയൊരു ശക്തമാകുന്ന വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളുടെയും സ്റ്റാർട്ടിംഗ് ടൈം ആയിരിക്കാം. വീട് പണിയാനായിട്ടോ, സ്ഥലം വാങ്ങാനായിട്ടോ, വാഹനം വാങ്ങാനായിട്ടോ, പുതിയ ജോലി ലഭിക്കുന്നതായിട്ടോ, നിങ്ങൾക്കൊരു പുതിയ ലോകം, നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് എനർജിയിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വിട്ടുകളയാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന ഇമോഷണൽ പരമാകുന്ന പല ബന്ധങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസോ മൾട്ടിപ്പിൾ പ്രയോറിറ്റി കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. അതായത് കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും പുറത്ത് കടക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. നോ എന്ന എനർജിയാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത്. ഭയപ്പെടരുതെന്നാണ് കാണുന്നത് കേട്ടോ. ഭയത്തെ നിങ്ങൾ ഭയത്തിൽ നിന്നും പുറത്ത് കടക്കുക. ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ പേടിക്കണ്ട എന്ന ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് കാണുന്നുണ്ട്. ഈ വരുന്ന അടുത്ത ഏതാനും ഇതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതായത് പുതിയൊരു ഇൻറ്റ്യൂഷൻ എനർജിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളൊക്കെ തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ അലങ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് സാധ്യമാണെന്നാണ് കാണുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് കാണുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. കോൺഫ്ലിക്റ്റുകളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ, അതായത് പ്രതിസന്ധികളെ നേരിടുന്നവരോട് ശരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നും പറയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, കാരണം 12 മാസത്തിൻ്റെ എനർജി ഒറ്റയടിക്ക് വായിച്ച് തീർക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇത്രയും ടൈം പീരീഡ് വരുമെന്ന് അറിഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇത് കട്ടാക്കുന്ന 2 വീഡിയോസ് ആക്കാനും പറ്റാതെ പോയി കേട്ടോ. എന്താണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇത്രയും സമയം വന്നതിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്കറിയില്ലാതെ എൻ്റെ ഒരു ടൈം പീരീഡ് മനസ്സിലാക്കാൻ പറ്റാതെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. എന്താണെങ്കിലും നാളെ മുതൽ നമുക്ക് ചെറിയ രീതിയിൽ റീഡിങ്സ് എടുക്കാം കേട്ടോ.